അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള വിഷൻ്റെ ഈ സുന്ദരമായ പ്രോഗ്രാമിലേക്ക് അതീവ സ്വാഗതം. വിശുദ്ധ സ്ഥലങ്ങളിലുള്ള സന്ദർശനത്തെക്കുറിച്ചും ആ സന്ദർശനത്തിനിടയിൽ ഹോളി ലാൻഡിലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിടം സന്ദർശിച്ചതിനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. വലിയുമലയുടെ പാർശ്വഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിടം. മഹാനായ സൽമാൻ ഒരു ചെറിയ പള്ളിയിൽ ആരെയും ആകർഷിക്കാതെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനായ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട സ്വഹാബി താൻ അന്വേഷിച്ച സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി രാജ്യാന്തരങ്ങൾ സഞ്ചരിച്ച് ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങി അടിമ ജീവിതം നയിച്ച് ഒടുവിൽ സത്യത്തിൻ്റെ വക്കത്തെത്തിയ മഹാനായ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പേർഷ്യയിലെ സമ്പന്നമായ കുടുംബത്തിൽ പിറന്ന് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് നാടും വീടും വിട്ട് സിറിയയിലെത്തി, അവിടെ നിന്ന് റോമിലെത്തി, അവിടെ നിന്ന് മക്കയിലെത്തി, പിന്നെ മദീനയിലെത്തിച്ചേർന്ന സൽമാൻ തൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന അടയാളങ്ങളുള്ള പ്രവാചകൻ മദീനയിലെത്തി എന്നറിഞ്ഞ് യജമാനൻ്റെ അടുക്കൽ നിന്നും ഒളിച്ചോടി പ്രവാചകനെ സമീപിച്ച് സത്യം മനസ്സിലാക്കാൻ വന്ന സൽമാൻ പ്രവാചകൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ, നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അതൊരിക്കലും ഒരു കപടൻ്റെ, ഒരു വ്യാജൻ്റെ, ഒരു കള്ളൻ്റെ മുഖമല്ല എന്നുറപ്പിച്ച സൽമാൻ അവസാനം തൻ്റെ ഗുരുനാഥൻ പറഞ്ഞ 3 അടയാളങ്ങളും പരീക്ഷിക്കുവാൻ സൽമാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം കുറച്ച് കാരക്ക സംഘടിപ്പിച്ച് അതുമായി പ്രവാചകൻ്റെ മുന്നിലെത്തി. സൽമാൻ പറഞ്ഞു, ഇത് സക്കാത്താണ്, എൻ്റെ സക്കാത്താണ്, ഭക്ഷിച്ചാലും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിച്ചെങ്കിലും ഒരു കാരയ്ക്ക പോലും അതിൽ നിന്ന് അവിടെ നിന്നെടുത്തില്ല. കൂടെ ഇരിക്കുന്നവർക്ക് വിതരണം ചെയ്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഭക്ഷിച്ചു കൊള്ളുവാൻ പ്രവാചകൻ കൽപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിൻ്റെ മുതൽ ഭക്ഷിക്കുമായിരുന്നില്ല. പ്രവാചകനും പ്രവാചക പരമ്പരകൾക്കും സക്കാത്തിൻ്റെ സ്വത്ത് ഹറാമാണ്, നിഷിദ്ധമാണ്. കാരണം സക്കാത്ത് സമൂഹത്തിലെ സമ്പന്നരുടെ ധനത്തിൻ്റെ അഴുക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ഒരാൾ തൻ്റെ സമ്പത്തിൻ്റെ 2.5% പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് ഔസാഹുന്നാസ്, സമ്പത്തിൻ്റെ അഴുക്കിനോടാണ് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. അത് കൊടുക്കാതിരുന്നാൽ ഒരാളുടെ സമ്പത്തും അള്ളാഹുവിൻ്റെ അടുക്കലും രക്ഷപ്പെടില്ല, ദുനിയാവിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് നശിച്ചു പോകുമെന്ന് പ്രവാചകൻ, നിലനിൽക്കില്ല. നാളെ അള്ളാഹുവിൻ്റെ പക്കൽ കടുത്ത ശിക്ഷയ്ക്കും ഇരയായിത്തീരും. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായി സക്കാത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിയിരിക്കുന്നു. അള്ളാഹു ഖുർആനിൽ സക്കാത്തും സ്വലാത്തും നമസ്കാരവും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത, 5 നേരം നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ഒന്ന് ഉപേക്ഷിച്ചാൽ രണ്ടും തള്ളപ്പെടുമെന്നാണ് പ്രമാണം. 5 നേരം കൃത്യമായി നമസ്കരിച്ച് നമസ്കാര തഴമ്പുള്ള മുസൽമാൻ, പക്ഷേ അവൻ തൻ്റെ സമ്പത്തിൽ പാവങ്ങളെ അവഗണിക്കുന്നു. പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ നമസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. സമ്പന്നർ ഓരോരുത്തരും തങ്ങളുടെ സമ്പത്തിന് 2.5% പാവങ്ങൾക്കായി മാറ്റിവെച്ചേ മതിയാകൂ. 1,00,000 രൂപ എൻ്റെ കൈവശമുണ്ടെങ്കിൽ അതിൽ 2,500 രൂപ പാവങ്ങളുടെ അവകാശമാണ്. അതെൻ്റേതാണെന്നല്ല പറയുക ഖുർആൻ, അത് പാവങ്ങളുടെ അവകാശമാണ്. ഈ 2.5% 2,500 രൂപ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും 97,500 രൂപ സ്വന്തം എടുക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് മൊത്തം പോക്കാണ്. ദുനിയാവിലും നാശം, ആഖിറത്തിലും നാശം. മഹാനായ പ്രവാചകനും പ്രവാചകൻ്റെ കുടുംബാംഗങ്ങളും ലോകാവസാനം വരെ ആ പരമ്പര
സക്കാത്ത് ഭക്ഷിക്കുന്നവരല്ല, സക്കാത്ത് കൊടുക്കാനും പാടില്ല പ്രവാചക കുടുംബത്തിന്. സൽമാൻ തൻ്റെ ഗുരു പറഞ്ഞ സക്കാത്ത് ഭക്ഷിക്കുകയില്ലാത്ത ആളായിരിക്കും പ്രവാചകൻ എന്നുള്ള അടയാളം പൂർണ്ണമായിട്ട് അവിടെ വെളിപ്പെട്ടു. അദ്ദേഹം കൊണ്ടുപോയി കൊടുത്ത സക്കാത്ത് പ്രവാചകൻ തൊട്ടുപോലും നോക്കിയില്ല, അനുയായികൾക്ക് വിതരണം ചെയ്തു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഭക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. സൽമാൻ മനസ്സിൽ ഉറപ്പിച്ചു, തൻ്റെ ഗുരുവര്യൻ പറഞ്ഞു തന്ന, റോമിൽ വെച്ച് പറഞ്ഞു തന്ന ഒന്നാമത്തെ അടയാളം ഇതാ തുറന്നിരിക്കുന്നു. പിറ്റേന്ന് അദ്ദേഹം മറ്റൊരു പൊതി കാരക്കയുമായിട്ട് ചെന്നു, സലാം പറഞ്ഞു. പ്രവാചകൻ മുന്നിൽ ആ കാരക്ക വെച്ചിട്ട് പറഞ്ഞു, അങ്ങയ്ക്കുള്ള സമ്മാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്, ഭക്ഷിച്ചാലും. പുഞ്ചിരിയോടുകൂടി പ്രവാചകൻ അത് സ്വീകരിച്ചു, അല്പം ഭക്ഷിച്ചു, ബാക്കി വിതരണം ചെയ്തു. സൽമാൻ മനസ്സിലുറപ്പിച്ചു, രണ്ടാമത്തെ അടയാളവും ശരിയായിരിക്കുന്നു. സമ്മാനം സ്വീകരിക്കും, ഹദിയ സ്വീകരിക്കും, ഹിബത്ത് സ്വീകരിക്കും, ഒരിക്കലും സക്കാത്ത് പ്രവാചകൻ സ്വീകരിക്കുകയില്ല. പിന്നീട് സൽമാൻ്റെ നോട്ടം തൻ്റെ ഗുരു പറഞ്ഞു തന്ന മൂന്നാമത്തെ അടയാളം, പ്രവാചകൻ്റെ ഇരു ചുമലുകൾക്കിടയിൽ പിൻഭാഗത്ത് മാംസത്തിൽ തന്നെ അന്ത്യപ്രവാചകൻ എന്നുള്ള മുദ്രയുണ്ടായിരിക്കുമെന്ന് തൻ്റെ ഗുരു പറഞ്ഞു തന്നു. ഉമൂരിയ എന്ന ഗുരു. സൽമാൻ പ്രവാചകൻ്റെ പിന്നാലെ കൂടി. അവിടെ നിൻ്റെ മുതുകൊന്ന് വെളിവാകുന്ന സന്ദർഭം കിട്ടാൻ ഒരുപാട് ദിവസം പുറകെ നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മയ്യത്തുമായിട്ട് പ്രവാചകൻ പുറപ്പെട്ടു. അന്ന് അവിടുന്ന് മുകളിൽ ഒരു പുതപ്പ് ധരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സൽമാൻ പ്രവാചകൻ്റെ പിന്നിൽ നടന്ന് ആ പുതപ്പ് മാറുമ്പോൾ ആ മുദ്ര കാണുന്നുണ്ടോ എന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സൽമാൻ്റെ ഔത്സുക്യവും ജിജ്ഞാസയും കണ്ട പ്രവാചകൻ സൽമാനെ അടുത്ത് വിളിച്ചു. എന്താണ്, പരിശോധനയാണില്ല, ഇതാ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞ പുതപ്പ് മാറ്റിക്കൊടുത്തു. നോക്കുമ്പോൾ വലത്തെ ചുമരിൻ്റെ പുറകിൽ ഒരു മാംസത്തിൻ്റെ കഷണം ഇങ്ങനെ ഉയർന്നിരിക്കുന്നു. അതിൽ മുഹമ്മദുർ റസൂലുള്ള ഖാത്തിമുൻ നബി, അന്ത്യപ്രവാചകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ്റെ അടയാളമായിരുന്നു ആ മാംസകഷണം. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ മക്കൾ ഹസൻ, ഹുസൈൻ, അവർ പിൽക്കാലത്ത് പറയുകയുണ്ടായി, ഞങ്ങൾ ചെറുപ്പത്തിൽ ആ മാംസകഷ്ണത്തിൽ പിടിച്ച് കളിക്കുമായിരുന്നു. അന്ത്യപ്രവാചകൻ നമ്മൾ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഖാത്തിമുൻ നബി, അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകന് ശേഷം ഇനിയൊരു വ്യക്തി വരാനില്ല പ്രവാചകനായി. ആദം അലൈഹിസ്സലാമിൽ തുടങ്ങിയ 1.25 ലക്ഷത്തോളം നീണ്ടുനിന്ന പ്രവാചക കണ്ണി പരമ്പര അവസാനിക്കുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. സൽമാന് 3 അടയാളങ്ങളും ബോധ്യപ്പെട്ടു. റോമിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഗുരു പറഞ്ഞ 3 അടയാളങ്ങളും ബോധ്യപ്പെട്ട സൽമാൻ പ്രവാചകനിൽ വിശ്വസിക്കുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. സത്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ സിംഹഭാഗം, ഏതാണ്ട് ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിച്ച് സത്യം കണ്ടെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും പ്രാഗൽഭ്യം നേടിയ, അറിവ് നേടിയ ആളായിരുന്നു സൽമാൻ. വളരെ ലളിതമായ ജീവിതം ജീവിച്ചു അദ്ദേഹം. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിന് ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ശമ്പളം സ്വീകരിക്കാതെ കുട്ട നെയ്ത് ആ കുട്ട വിറ്റ ജീവിതം നയിച്ചു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനു അദ്ദേഹത്തിന് എല്ലാ വർഷവും 5000 ദിർഹം അലവൻസായി അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം കണ്ട് സൽമാൻ അതിൽ നിന്നും ഒരു പൈ പോലും സ്വീകരിച്ചില്ല, മുഴുവനും ദാനം ചെയ്തു. വളരെ സ്വാത്വികനായി ജീവിച്ച സ്വഹാബിയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. തൻ്റെ മരണം ആസന്നമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മുൻപ് ഞാൻ നിന്നെ കസ്തൂരിയുടെ ഒരു ചെറിയ ഡപ്പി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ, അത് കൊണ്ടുവരിക. ഭാര്യ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, എന്തിനാണിപ്പോഴിത്? അദ്ദേഹം പറഞ്ഞു, ആഹാരം ഇഷ്ടപ്പെടാത്ത എന്നാൽ സുഗന്ധം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ കുറേ അടിമകൾ ഒട്ടും വൈകാതെ ഇവിടെ വരും, അവർക്ക് വേണ്ടി കൊടുക്കാനാണ്. അദ്ദേഹം ആ കസ്തൂരി എടുത്ത് തൻ്റെ ശരീരത്തും താൻ കിടന്നിരുന്ന ബെഡിലുമെല്ലാം തേക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിന്തിക്കണം. ആഹാരം ഇഷ്ടപ്പെടാത്ത, സുഗന്ധം ഇഷ്ടപ്പെടുന്ന ഒരു സംഘം ആളുകൾ
അദ്ദേഹം ഉദ്ദേശിച്ചത് മരണത്തിൻ്റെ മാലാഖമാരെയായിരുന്നു. മാലാഖമാർ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. പക്ഷേ അവർക്ക് സുഗന്ധം വളരെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ സുഗന്ധം പൂശുക, അത് മനസ്സിന് കുളിർമയുണ്ടാക്കും, ബുദ്ധി കൂർമ്മത വർദ്ധിപ്പിക്കും. അനുഗ്രഹീതരായ മാലാഖമാർ നിങ്ങളുടെ അടുക്കൽ എപ്പോഴും വന്നു പോകും. പിശാചിന് സുഗന്ധം ഏറ്റവും വെറുപ്പുമാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടം അവന് ദുർഗന്ധമാണ്. എത്ര മോശമായ ദുർഗന്ധമുണ്ടോ, നീർച്ചാലുകളും അഴുക്ക് ചാലുകളും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും അഴുക്ക് കെട്ടിക്കിടക്കുന്നിടങ്ങളിലാണ് പിശാച് കൂടുതൽ സ്വാധീനം ചെലുത്തുക. മാലാഖമാർ നേരെ തിരിച്ചാണ്, സുഗന്ധമുള്ളവരുടെ പക്കലും സുഗന്ധമുള്ള സ്ഥലത്തുമാണ് അവരെത്തുക. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ വീടുകളിൽ സുഗന്ധം പുകയ്ക്കണം, പ്രഭാതത്തിൽ സുഗന്ധം പുകയ്ക്കണം, സുഗന്ധം ഉപയോഗിക്കണം എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത്. മഹാനായ പ്രവാചകന് സുഗന്ധം വളരെ ഇഷ്ടമായിരുന്നു. അവിടെ നിന്ന് അത്തർ എപ്പോഴും ശരീരത്തിൽ പുരട്ടുമായിരുന്നു. മുസൽമാനും എപ്പോഴും സുഗന്ധം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ആകട്ടെ സൽമാൻ ആ സുഗന്ധം പുരട്ടി, തൻ്റെ ബെഡിലും പരിസരത്തുമൊക്കെയായി സുഗന്ധം പുരട്ടി. ഭാര്യ ഇത് മനസ്സിലാക്കാതെ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. അവർ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കടന്നു വന്നപ്പോൾ സൽമാൻ ഇതാ മരിച്ചു കിടക്കുന്നു. അദ്ദേഹം ദീർഘകായനായി മരിച്ച് ആത്മാവ് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് പറന്നുപോയതായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഖബറിടം സിയാറത്ത് ചെയ്തുകൊണ്ട് ഞാനിതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. സത്യം, യാഥാർത്ഥ്യം, അത് വിശുദ്ധ ഖുർആനാണ്. ആ സത്യം അദ്ദേഹം ഉൾക്കൊണ്ടു, സ്വീകരിച്ചു. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. സത്യദീനും സന്മാർഗം, വിശുദ്ധ ഖുർആൻ എന്ന സന്മാർഗവുമായി പ്രവാചകനെ നിയോഗിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ! ലോകത്ത് വന്ന എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളെയും അത് കീഴടക്കുക തന്നെ ചെയ്യും. ലോകത്ത് വന്ന എല്ലാ തത്വസിദ്ധാന്തങ്ങളെയും അത് മറികടക്കും വിശുദ്ധ ഖുർആൻ. വകഫാ ബില്ലാഹി ഷഹീദ. അള്ളാഹു പോരെ അതിന് സാക്ഷിയായി. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ഈ പറയുന്നതിന് സാക്ഷി. സൽമാനുൽ ഫാരിസി ഇസ്ലാമിനേറെ ഉപകാരപ്പെട്ട അനുയായിയാണ്, പ്രവാചക അനുയായിയാണ്. പ്രവാചകൻ്റെ കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട ഒരു വർഷമായിരുന്നു ഹിജറ 5-ാം വർഷം. മദീനയിൽ നിന്നും ഏതാണ്ട് 3000-ത്തോളം മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചിരുന്നു. മക്കയിൽ നിന്നും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ പട മക്കയിലും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ ഗോത്രങ്ങളെയും ചെറു രാജ്യങ്ങളെയും മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രവാചകനെയും ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യാനൊരു വലിയ സംഘം മദീനയിലേക്ക് എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയുണ്ടായി. ആ സൈന്യത്തിലാകെ 24,000 സർവായുധ വിഭൂഷിതരായ പടയാളികളാണ് ഉണ്ടായിരുന്നത്. 24,000-ത്തോളം പടയാളികൾ, ഏതാണ്ട് 400,000-ത്തോളം സുസജ്ജമായ സൈന്യം. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എല്ലാം ചേർന്ന് ആകെ 3000. അവർക്ക് ആയുധങ്ങളില്ല, പട്ടിണിക്കോലങ്ങളാണ്, ദാരിദ്ര്യമാണ്. പ്രവാചകൻ എല്ലാവരെയും വിളിച്ച് ആലോചിച്ചു, എന്തു ചെയ്യണം? വല്ലാത്തൊരവസ്ഥയാണ്. അവർ മദീന വളഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ആ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വൈദ് സാഅത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹി ളുനൂന. ശത്രു സൈന്യം മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാം നിങ്ങളെ ചുറ്റിവളഞ്ഞ സന്ദർഭം. വൈദ് സാഅത്തിൽ അബ്സാറു, നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി, ഹൃദയങ്ങളെല്ലാം തൊണ്ടക്കുഴിയിലെത്തിപ്പോയി, ഭയന്ന് വിറച്ചു പോയി, കിടിലം കൊണ്ടുപോയി. വതളുന്നൂന ബില്ലാഹി ളുനൂന, അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞൊക്കെ വെറും വീൺവാക്കല്ലേ, കള്ളവാക്കല്ലേ, അത് വഞ്ചനയല്ലേ, സഹായിക്കില്ല എന്ന് നിങ്ങൾ പരസ്പരം പറഞ്ഞു. ഹുനാലിക അബ്തുലിയൽ മുഅ്മിനൂന വസുൽസുലു സിൽസാലൻ ഷദീദ.
അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികൾ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭം വൽ സുൽസിലു സിൽസാലൻ ഷഹീദ, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു, വല്ലാതെ ഭയന്നുപോയി. വൈദി യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. കപടവിശ്വാസികളും വിശ്വാസത്തിൽ മായം കടന്നുമെല്ലാം പരസ്പരം പറഞ്ഞു, പ്രവാചകനും അള്ളാഹുവും നിങ്ങളോട് തന്നതെല്ലാം കള്ളവാഗ്ദാനങ്ങളായിരുന്നു, ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു കൊള്ളുക എന്ന് പറഞ്ഞ സന്ദർഭം മുസ്ലിമീങ്ങൾ വിറച്ചുപോയി. 24,000-ഓളം സർവായുധ വിഭൂഷിതരായ സൈന്യം. ആ സന്ദർഭം നാം ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രതിരോധിക്കാൻ ഒന്നുമില്ല. തങ്ങളുടെ ഏതാണ്ട് 8 ഇരട്ടി സൈന്യം. അവരോട് എങ്ങനെ പിടിച്ചു നിൽക്കും? എന്തു ചെയ്യും? പ്രവാചകൻ എല്ലാവരെയും വിളിച്ചു. എല്ലാവരുമായി ആലോചിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉപായങ്ങളുണ്ടെങ്കിൽ പറയുക, നാം എന്ത് ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തരിക. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ റസൂലേ, എൻ്റെ നാട് ഇറാൻ, ഇറാഖ്, പഴയ പേർഷ്യ സാമ്രാജ്യത്തിൽ ഒരു സമ്പ്രദായമുണ്ട്. ശത്രുക്കൾ ആക്രമിക്കാൻ വരികയും നമുക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ഞങ്ങൾ ശത്രുക്കൾ വരുന്ന വഴിയിൽ വമ്പൻ കിടങ്ങുകൾ കുഴിക്കും. ശത്രുക്കൾക്കത് കടന്നു വരാൻ സാധ്യമല്ലാത്ത കിടങ്ങുകൾ കുഴിച്ച് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. മദീനയുടെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ ആ നിർദ്ദേശമനുസരിച്ച് ഉടൻ തന്നെ വമ്പൻ കിടങ്ങുകൾ കുഴിക്കാൻ ഓർഡർ ഇട്ടു. കുതിരയ്ക്ക് പോലും ചാടിയെത്താൻ കഴിയാത്ത വമ്പൻ കിടങ്ങുകൾ കുഴിക്കാൻ അവിടെ നിന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് കിടങ്ങു കുഴിച്ചു. പട്ടിണിയാണ്, മുതുക് നേരെ നിൽക്കാൻ കഴിയില്ല, വയറ്റിലൊന്നുമില്ല. എല്ലാവരും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട്, അറേബ്യയിലെ മണ്ണ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ഇളകുന്ന മണ്ണല്ല, പാറ പോലെ ഉറച്ച മണ്ണാണ്. അവിടെ വമ്പൻ കിടങ്ങ് കുഴിച്ചു. ഖന്തക്ക് യുദ്ധം എന്നതറിയപ്പെടുന്നു. ഖന്തക്ക് എന്നാൽ കിടങ്ങ് എന്നർത്ഥം. മദീനയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത്. ഇന്നും ആ പ്രദേശമെല്ലാം ചരിത്രമായി കാണാൻ സാധ്യമാകും. അവിടെ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കവേ സ്വഹാബത്തിൻ്റെ മുന്നിൽ ഒരു വമ്പൻ പാറ പ്രത്യക്ഷപ്പെട്ടു. അവരെത്ര ശ്രമിച്ചിട്ടും ആ പാറ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. നിവൃത്തിയില്ലാതെ പ്രവാചകനെ വിവരമറിയിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നു നോക്കുമ്പോൾ ആർക്കും പൊട്ടിക്കാൻ സാധ്യമല്ലാത്ത ഒരു കൂറ്റൻ പാറയാണ് ഭൂമിക്കടിയിൽ. പ്രവാചകൻ പിക്കാസ് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. പിക്കാസ് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ പാറയിലൊന്ന് ആഞ്ഞു കൊത്തി. ഇടി വെട്ടും പോലെ ഒരു സൗണ്ട് കേട്ടു. സഹാബത്ത് പിടച്ചുപോയി, വിറച്ചുപോയി. ആകാശത്തേക്കൊരു മിന്നൽ പിണർ ഉയർന്നുപോയി. പ്രവാചകൻ പറഞ്ഞു, സന്തോഷിച്ചു കൊള്ളുക, പാറ ഇതാ കുറേ ഭാഗം പൊട്ടിയിരിക്കുന്നു. ആകാശത്തേക്ക് ഉയർന്നു വന്ന മിന്നൽ പിണറിൽ എനിക്കൊരു ദൃശ്യം അല്ലാഹു കാണിച്ചു തന്നു. സൽമാൻ്റെ നാടായ പേർഷ്യൻ സാമ്രാജ്യം, അവിടെ ഇസ്ലാം കടന്നു ചെല്ലുന്നതായി, അതീശത്വം വരുന്നതായി ഞാൻ കണ്ടു. ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം, മദീനയ്ക്ക് പുറത്തേക്ക്, അറേബ്യയുടെ പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ചിട്ടില്ല. അറേബ്യയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു. തങ്ങളുടെ 8 ഇരട്ടിയോളം വരെ സൈന്യത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു, അന്നത്തെ ലോകത്തെ ഒന്നാമത്തെ ശക്തിയായ പേർഷ്യ ഇസ്ലാമിന് കീഴടങ്ങുന്നു. ഭാവിയിൽ പേർഷ്യയിൽ ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. ഇന്ന് നമുക്കറിയാം, ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ എല്ലാം ഇന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. പ്രവാചകൻ്റെ വാക്കെത്ര അന്വർത്ഥമായി പുറന്നു നിന്ന് നോക്കുക. അടുത്തതായി പ്രവാചകൻ വീണ്ടും ഒന്ന് പിക്കാസ് കൊണ്ട് ആഞ്ഞുവെട്ടി. വീണ്ടും ശബ്ദമുണ്ടായി. പാറ കുറേ കൂടി പിളർന്നു. അവിടെ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അറിഞ്ഞുകൊള്ളുക, സിറിയ ഇസ്ലാം അധിഷ്ഠിതമായിരിക്കുന്നു. സിറിയ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് എനിക്ക് കാണിക്കപ്പെട്ടു. അന്ന് സിറിയയുടെ പരിസരത്തെത്താൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രവാചകൻ്റെ കാലത്ത് കഴിഞ്ഞില്ല. പ്രവാചകന് ശേഷം ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തും കഴിഞ്ഞില്ല. അതും കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്താണ് സിറിയ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയത്. അൽഹംദുലില്ലാഹ് ഇന്നും അത് തുടരുന്നു. പ്രവാചകൻ്റെ വാക്കത്ര സത്യമാണെന്ന് നാം മനസ്സിലാക്കുക. മൂന്നാമത് ഒരിക്കൽ കൂടി വെട്ടിക്കൊണ്ട് മിന്നൽ പിണർ ഉയർന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നതായി നാം കാണുന്നു.
ഇന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശമെത്താത്ത ഒരു രാജ്യവും ലോകത്തില്ല. ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കാത്ത അറിയാത്ത ആരുമില്ല. ഏകദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒരേ ഒരു ഈശ്വരൻ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അനവധി ദൈവങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ എന്ന മനോഹര ഗ്രന്ഥം ലോകത്തിന് മുന്നിൽ വഴികാട്ടിയായി വെച്ചുകൊണ്ട് ഇസ്ലാം ജൈത്രയാത്ര തുടരുകയാണ്. ഇതെല്ലാം ഖുർആനിൻ്റെ സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കത്തുകളുമൊക്കെ ഇനിയും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. ഇടയപ്പുറത്ത് നിന്നും അബ്ദുറഹ്മാൻ EM ആ സഹോദരനൊരു കത്ത് അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാനൊരു ഹോസ്പിറ്റലിൽ അറ്റൻഡറായി ജോലി നോക്കുകയാണ്. ഞാനൊരു വികലാംഗനാണ്. പലപ്പോഴും 5 നേരം മുടങ്ങാതെ നമസ്കരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് ഖളാ വീട്ടിയാണ് നമസ്കരിക്കുന്നത്. ഇങ്ങനെ മതിയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും 5 നേരം അള്ളാഹുവിന് കുമ്പിടണമെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. ആണും പെണ്ണും, കുട്ടിയും വൃദ്ധനും, രോഗിയും ആരോഗ്യമുള്ളവനും, വികലാംഗനും പൂർണ്ണ ആരോഗ്യവാനും എല്ലാം അള്ളാഹുവിന് 5 നേരം കുമ്പിടണം. അതിൽ ഒരാൾക്കും ഒഴിവില്ല. നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഈ മഹാപ്രപഞ്ചം മുഴുവനും നമുക്കായി സംവിധാനിച്ചു തന്ന തമ്പുരാൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ മുഖം മണ്ണിൽ കുത്തിവെച്ചുകൊണ്ട് 5 നേരം അള്ളാഹുവിന് താഴ്മ കാണിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതെല്ലാവർക്കും ബാധകമാണ്. ഒരാൾക്കും അതിലൊഴിവില്ല. താങ്കൾ ഈ കാണിക്കുന്ന അക്രമമാണ്. 5 നേരത്തെ നമസ്കാരം ഖളാ വീട്ടാനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല. അതുപോലുള്ള വളരെ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ മാത്രമുള്ള ഒരു ചെറിയ ഇളവാണ്. എന്തുകൊണ്ട് താങ്കൾക്ക് നിസ്കരിച്ചുകൂടാ? താങ്കൾ ലോകത്തേക്ക് കണ്ണോടിച്ചു നോക്കൂ സഹോദര. താങ്കളെക്കാൾ എത്രയോ തിരക്കുള്ളവർ, 2 പ്രസിഡൻറ്റുമാർ മുസ്ലിമീങ്ങൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. അവർ 2 പേരും കൃത്യമായി 5 നേരം നമസ്കരിച്ചിരുന്നു. ലോകരാഷ്ട്രത്തിലെ നേതാക്കൾ, ഈ കഴിഞ്ഞ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ലോകം മുഴുവൻ വ്യാപിച്ച് നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയുടെ ഭരണകർത്താക്കളടക്കം എല്ലാവരും അദ്ദേഹത്തെ കാത്തു നിന്നു. എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞ് നേരെ പോയത് സൗദിയിലേക്കായിരുന്നു. സൗദിയിലെ പുതിയ രാജാവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ പെട്ടെന്ന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളി കേട്ട നിമിഷം ആ സെക്കൻഡിൽ സൽമാൻ രാജാവ് തിരിഞ്ഞ് നമസ്കരിക്കാൻ പോയി. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേലും ഏകരായി ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അവർക്ക് ഇരിക്കാനുള്ള സംവിധാനം പോലും കൊടുക്കാതെ, അവർക്കാരെയെങ്കിലും കൂട്ടുകൊടുക്കാതെ രാജാവും പരിവാരങ്ങളും മുഴുവൻ നമസ്കരിക്കാൻ കയറി. അവസാനം ഒബാമയുടെ പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹത്തോട് എന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗം വൈറലായി വാട്സപ്പിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളും വികലാംഗരും രോഗികളും എല്ലാം നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, താങ്കൾ നമസ്കാരം മുടക്കാൻ പാടില്ല. താങ്കൾക്കതിൽ വിട്ടുവീഴ്ചയില്ല. എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കുക. ഒരു പേപ്പർ വിരിച്ച് ഒരല്പസ്ഥലത്ത് ഹോസ്പിറ്റൽ എവിടെയെങ്കിലും നമസ്കരിക്കാമല്ലോ. ശരീരശുദ്ധിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ. ഞാൻ ഏതാണ്ട് എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആളാണ്. ട്രെയിനിലും ഫ്ലൈറ്റിലും ഷിപ്പിലും അല്ലാതെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നമസ്കാരം മുടക്കാറില്ല. മുടങ്ങാതെ അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് താങ്കൾ നമസ്കരിക്കുക. താങ്കൾ ഇൻഷാ അല്ലാഹ് 5 നേരം കൃത്യമായി നമസ്കരിച്ചാൽ തന്നെ താങ്കളുടെ മറ്റ് എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനും അള്ളാഹു മാറ്റിത്തരികയും ഒരു നല്ല വിശ്വാസിയായി മാതൃകാപുരുഷനായി നാട്ടിലും വീട്ടിലും കഴിയാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരം മുറുകെ പിടിക്കുക. നമസ്കാരം ഖളാ ആക്കുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയും താങ്കൾക്കില്ല എന്ന് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു.